എന്താണെന്ന് പറഞ്ഞാൽ നല്ല നാടൻ ശൈലി, അതായത് ഇൻ്റർനാഷണൽ ഒന്നുമല്ല, നാടൻ ശൈലിയിൽ എങ്ങനെയാണ് നമുക്ക് ബാറ്റിംഗ് പഠിക്കാമെന്നാണ്. അതായത് ഞങ്ങൾ കളിക്കുന്ന രീതി. അപ്പോൾ ഇത് കണ്ടിട്ട് ഇൻ്റർനാഷണൽ സ്റ്റൈലിലുള്ള ബാറ്റിംഗ് ഒന്നുമല്ല, അപ്പോൾ അതിൻ്റേതായ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇത് നോക്കി നിങ്ങൾ ബാറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ കളിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ഒരു ചെറിയ സ്റ്റമ്പാണ്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മുടെ ബാറ്റിങ്ങിൻ്റെ ഒരു വലിയ ഭാഗം തന്നെയാണ് ക്രീസ്. അപ്പോൾ ഈ ക്രീസ് എങ്ങനെ വരയ്ക്കാമെന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഈ ഒരു ബാറ്റ് എടുക്കണം. അതിനുശേഷം നമ്മുടെ സ്റ്റമ്പിന് നേരെ കറക്റ്റായിട്ട് വെക്കണം. അതിനുശേഷം ഈ ബാറ്റിൻ്റെ ഈ ഒരു പിടിയുടെ അവിടെ വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യണം. അതിനുശേഷം സ്റ്റമ്പിൻ്റെ ഈ പിടിയുടെ ഈ ഒരു ഭാഗമില്ലേ, അത് ആ ലൈനിലോട്ട് കൊണ്ടുപോയി യോജിപ്പിച്ച് വെക്കണം. അതിനുശേഷം ഇവിടെ ആയിട്ട് ഒരു ലൈനും കൂടി വരയ്ക്കണം. ഓക്കെ, അതിനുശേഷം നമ്മുടെ സ്റ്റമ്പിന്റെ മിഡിൽ സ്റ്റമ്പിൽ നിന്ന് നേരെ ഒരു ലൈൻ ഇങ്ങോട്ട് യോജിപ്പിച്ച് വരയ്ക്കാം. അപ്പൊ ഇത് വരയ്ക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും തടിക്കഷ്ണം എന്തെങ്കിലും വെച്ചിട്ട് വരച്ചാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടും, സ്ട്രക്ചർ കിട്ടും. ഫുൾ ടോസ് വരുന്ന ബോൾസ് നമുക്ക് എങ്ങനെ അടിച്ച് പറക്കാൻ നോക്കട്ടോ. അതിനായിട്ട് നമ്മുടെ ഈ ക്രീസിൽ നമുക്ക് 2 ലൈൻസ് കാണാം. ഇവിടെ ആയിട്ടൊരു ലൈനുണ്ട്, ഇവിടെ ആയിട്ട് ലൈനുണ്ട്. അപ്പൊ നമ്മുടെ ഒരു കാല് നമ്മൾ ഈ ഒരു ലൈനിന്റെ ഉള്ളിൽ വെക്കണം, ഒരു കാല് ക്രീസിന്റെ വെളിയിലോട്ട് വെക്കണം, അതായത് ഈ ഒരു രീതിയിൽ. അതിനുശേഷം നമ്മുടെ ഓരോരുത്തർക്കും ഓരോ സ്റ്റാൻസ് ആയിരിക്കും. ചിലവർ ഇങ്ങനെ ആയിരിക്കും നിൽക്കുന്നത്, ചിലവർ വേറെ രീതിയിലായിരിക്കും, ഇങ്ങനെയൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. അത് പലരുടെയും പലതാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാൻസിൽ നമ്മൾ നിന്നതിന് ശേഷം ഈ ഒരു മെത്തേഡ് തന്നെ നിൽക്കണം. അതിനുശേഷം ബോൾ വരാൻ നേരത്ത് കറക്റ്റായിട്ട് അവിടെ തന്നെ നിൽക്കണം. അവിടെ തന്നെ നമ്മുടെ കാല് ഇങ്ങോട്ട് വെച്ചതിന് ശേഷം ഇങ്ങനെ അടിച്ചു തരാം. അതായത് ഞങ്ങളൊരു ഡെമോ കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് അടിക്കാം. പക്ഷേ ഞാനിപ്പോൾ ചെറുതായിട്ട് അടിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഈ സൈഡിലോട്ട് പൊങ്ങിപ്പോയത്. നിങ്ങൾ അടിക്കുകയാണെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് നല്ല പവർ കൊടുത്ത് അടിക്കണം. അല്ലെങ്കിൽ ഇവിടെ അടുത്ത ആൾക്കാർക്ക് ഇപ്പോൾ ക്യാച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഗൈസ്, ഞാനിവിടെ ഒരു വട്ടം വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വട്ടത്തിൽ കുത്തി വരുന്ന ഓഫ് സ്പിൻ ഉണ്ടല്ലോ, അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റാൻസ് നിന്നതിന് ശേഷം നമ്മുടെ ഈ ഒരു ലെഫ്റ്റ് ലെഗ് നമ്മൾ ഇങ്ങോട്ട് വെക്കണം. അതിനുശേഷം നമ്മൾ ഈ ബോൾ വരാൻ നേരത്ത് നമ്മുടെ ബോഡി ഇതേ പൊസിഷനിൽ വെച്ചതിന് ശേഷം ഒറ്റടി നേരെ പൊക്കിയടിക്കണം. അതായത് നമ്മൾ ആദ്യം കാണിച്ച പോലെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ അടിക്കരുത്. അപ്പോൾ നമ്മുടെ മുട്ടിനായിട്ടൊക്കെ ബാറ്റ് കൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സിക്സർ അടിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം, മുട്ടൊക്കെ അങ്ങ് അകത്തി വെച്ചോണം. ഇങ്ങനെ നിൽക്കുക, മഞ്ഞ ബോളിന് അടിച്ചങ്ങ് മുന്നിലിട്ട് കളയാം. ഞാനിവിടെ വേറൊരു വട്ടം വരച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ലീവ് എങ്ങനെ ഇടാണ്. ലീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് അടിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ നമ്മുടെ നേരെ വരുന്ന ബോൾസ് നമുക്ക് എങ്ങനെ വിട്ട് കളയാനാണ്. അതെങ്ങനെയാണെന്ന് കാണിച്ചിരുന്നത്. അതായത് ഈ ഒരു വട്ടത്തിൽ കുത്തി വരുമ്പോൾ എങ്ങനെ പോലും ബോൾ നല്ല രീതിയിൽ ബൗൺസ് ചെയ്യും. അതായത് ടെന്നീസ് ബോളാണ്. അപ്പോൾ നമുക്ക് മുഖത്തോട്ടൊക്കെ കൊള്ളാൻ ചാൻസുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇരുന്നോളണം. അല്ലാണ്ട് ഇങ്ങനെയൊന്നും കാണിക്കരുത്. എന്നാലും നമ്മൾ നെറ്റിക്കൊക്കെ കൊള്ളാൻ ചാൻസുണ്ട്. ഫുള്ളായിട്ട് അങ്ങോട്ട് ഇരുന്നോണം. അപ്പോൾ നേരെ ബോള് മേളിക്കൂടി പൊക്കോളും. പിന്നെ അടുത്ത രീതിയിൽ ഞങ്ങൾ കാണിച്ചു തരാം. അടുത്തായിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ വൈഡ് വരുന്ന ബോൾസിനെ എങ്ങനെ ലീവ് ചെയ്യാനാണ്. അതായത് ഇവിടെ ഞാനൊരു വട്ടം വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വട്ടത്തിൽ വരുന്ന ബോൾ വൈഡാണ് പോകണമെങ്കിൽ നിങ്ങൾ അടിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾക്ക് ലീവ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ബോൾ വരാൻ സമയത്ത് നമ്മൾ ഇങ്ങനെ മാറിക്കൊടുക്കാം. അതായത് ചിലവരുണ്ട് ഇങ്ങനെ ബാറ്റ് ചെയ്യാൻ നിൽക്കാൻ സമയത്തേക്ക് ഇങ്ങനെ ചാടിയിട്ട് മാറും. അപ്പോൾ ബാറ്റ് സ്റ്റമ്പെ കൊണ്ട് കിറ്റ് ഔട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇങ്ങനെ നിൽക്കുക. ബോൾ ഇതുവഴി പോവുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ലീവ് ചെയ്തിടുക. അത് വരാൻ ഇത്ര ദിവസമുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അതായത് ഞങ്ങൾ ഇന്ന് ചെയ്ത നാടൻ രീതിയിലുള്ള ഒരു ബാറ്റിംഗ് ആണ്. ഞങ്ങളുടെ ഇവിടെയൊക്കെ ഞങ്ങൾ കളിക്കുന്ന രീതി, അത് ഇത് ഇന്റർനാഷണൽ രീതിയിൽ ഒന്നുകൂടി പറയും കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവരും ബാറ്റിംഗ് ചെയ്ത് നന്നായി പഠിക്കുക. എന്നിട്ട് എല്ലാവരും പോയി ക്രിക്കറ്റ് കളിച്ച് അടിച്ചു പൊളിക്കുക. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബ് കൗണ്ട് 1120 അത് ഞങ്ങൾ പെട്ടെന്ന് കൂട്ടി 2000 ആക്കേണ്ടതാണ്. പിന്നെ ലൈക്കും കുറച്ച് കൂടുതൽ വേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കണ്ടിരിക്കും. ബൈ.